റാൻഡി ഓർട്ടോണ് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി ലൈൻ നിങ്ങൾക്കറിയാമോ? വെറും ഭ്രാന്തല്ല, മുഴുത്ത പട്ട് വന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ റാൻഡി ഓർട്ടോൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ WWE യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോയുടെ പിന്നിലുള്ള കഥ നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം തന്നെ ഒരേ ഒരു കഥ തന്നെയാണ്. ഭ്രാന്തനായ റാൻഡിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി ത്രിപിളച്ച് വന്ന കഥ. അതൊരു കിട്ടിലൻ കഥ തന്നെയായിരുന്നു. അപ്പോൾ ഭ്രാന്തൻ റാൻഡിയുടെ കിട്ടിലൻ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2009 കാലഘട്ടങ്ങളിൽ WWE നിന്നും റാൻഡിയെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ഈ കാര്യം പറയാൻ വേണ്ടി റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മാൻ തന്നെയായിരുന്നു. വിൻസ് വന്നുകൊണ്ട് റാൻഡി യു ആർ ഫയർഡ് എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് തന്നെ വിൻസിന്റെ മോന്തക്കിട്ട് റാൻഡിയുടെ വക ഒരു കിഡിലൻ അടിയായിരുന്നു. അത് കഴിഞ്ഞ് അതാ കിടക്കുന്നു റാൻഡിയുടെ പൺ കേക്ക്. തൊട്ടടുത്ത റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൺ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതൊരിക്കലും ഞാൻ ചെയ്തതല്ല, എനിക്കൊരു അസുഖമുണ്ട്, IED എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ്, അതൊരു ഡിസോർഡറാണ്. ഈ ഒരു ഡിസോർഡർ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല എന്ന് റാൻഡി അവിടെ പറയുകയുണ്ടായി. WWEക്ക് എൻ്റെ ഈ ഒരു കണ്ടീഷൻ അറിയാം, പക്ഷേ എനിക്ക് വേണ്ടി അവർ ഒന്നും തന്നെ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. നിങ്ങൾ എന്നെ ഇപ്പോൾ ഇവിടെ നിന്നും ഫയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ WWEക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ റെസൽമേനിയ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് സ്റ്റീഫനി വിരട്ടുകയുണ്ടായി റാൻഡി ഓർട്ടൺ. അപ്പോൾ തന്നെ സ്റ്റീഫനി പറയുകയുണ്ടായി, എൻ്റെ അച്ഛനെ, അതായത് ഈ കമ്പനിയുടെ ഓണറെ നീ തല്ലിയിട്ട് നിനക്ക് ഈ കമ്പനിയിൽ നിന്ന് പോകാമെന്നുള്ളത് വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ റാൻഡി പറഞ്ഞു, എന്നെ ഇപ്പോൾ തന്നെ ഫയർ ചെയ്യും, ഞാൻ നിങ്ങൾക്കെതിരെ ഇപ്പോൾ തന്നെ കേസ് കൊടുക്കാമെന്ന്. അപ്പോൾ സ്റ്റീഫനി പറഞ്ഞത്, നിന്നെ ഫയർ ചെയ്യാൻ വളരെയധികം ഈസിയാണ്, പക്ഷേ ഞാൻ ചെയ്യുന്നത് അതല്ല, നിനക്ക് നല്ലൊരു ഓപ്പോണന്റിനെ ഞാൻ തരാമെന്ന് പറഞ്ഞ് വിൻസിന്റെ മകനായിട്ടുള്ള ഷെയ്ൻ മക്മാനെ WWEയിലേക്ക് ഇറക്കുകയുണ്ടായി. അന്നാണെങ്കിൽ റാൻഡി ലെഗസി ടീമുമായിട്ട്, കോഡി റോഡ്സും ടെഡ് ഡിബിയാസിയുമുള്ള ലെഗസി ടീമുമായിട്ട് WWEയിൽ കിഡിലൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഷെയ്ൻ മക്മാൻ വന്നുകൊണ്ട് റാൻഡിയെ അടിച്ച് പരുവമാക്കി. അടുത്തതായിട്ട് ഇവർ തമ്മിലുള്ള മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് നോ വേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. റാൻഡിയെ ചോരയിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് റാൻഡിയെ കിടത്തി ചാടുന്നു, ചെയർ ഉപയോഗിച്ച് റാൻഡിയുടെ തലക്കടിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാച്ചിന്റെ ഏറ്റവും അവസാനം ഒരു RKO റാൻഡി ഓർട്ടൺ ചെയ്യുകയുണ്ടായി. എന്നിട്ട് റാൻഡി തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. തൊട്ടടുത്ത റോ എപ്പിസോഡിലേക്ക് ഷെയ്ൻ മക്മാൻ ഒരു വീഡിയോയിൽ വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് വീണ്ടും ഒരു മാച്ച് കളിക്കണം, ഒരു അൺസാങ്ഷൻഡ് മാച്ച്. ലെഗസി ടീം അതിലുണ്ടായിരിക്കില്ല, റഫറിമാർ അതിലുണ്ടായിരിക്കില്ല, വേറെ ആരും ഉണ്ടായിരിക്കില്ല, ഞാനും നീയും മാത്രം. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അടിച്ച് തീരുമാനിക്കാമെന്ന് ഷെയ്ൻ അവിടെ പറഞ്ഞു. പക്ഷെ ഷെയ്ൻ മനസ്സിലാക്കില്ല ഷെയ്ൻ ആർക്കെതിരെയാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഭ്രാന്ത് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്ന റാൻഡിക്കെതിരെയായിരുന്നു ഷെയ്ൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. റാൻഡിയുടെ തലയ്ക്ക് റിംഗ് ബെല്ലെടുത്തൊരു 1.5 അടി ഷെയ്ൻ അടിക്കുകയുണ്ടായി. റാൻഡിയുടെ പരുവം തീരുമെന്ന് ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതും ഒരു തവണയല്ല, 2 തവണ. പിന്നീട് ഒരു ചെയർ റാൻഡിയുടെ കഴുത്തിനിട്ട് കോർണറിൽ നിന്നും ഒരു 1.5 ചാട്ടം ചാടാൻ വേണ്ടി ഷെയ്ൻ നിൽക്കുകയാണ്. അതാ വരുന്നു ലെഗസി. അൺസാങ്ഷൻഡ് മാച്ച് ആയതുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷനോ അങ്ങനെ ഒരു കാര്യവുമില്ല. കോഡിയുടെ വക ക്രോസ് റോഡ്സ് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് റാൻഡി അതാ നോക്കി നിൽക്കുന്നു. റാൻഡിയുടെ ഉള്ളിലുള്ള ഭ്രാന്തൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതാ കിടക്കുന്നു ഷെയ്നിന്റെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന പൺ കേക്ക്. അപ്പോഴേക്കും ഷെയ്നെ നോക്കാൻ വേണ്ടിയിട്ട് ഷെയ്ന്റെ സ്വന്തം പെങ്ങളായിട്ടുള്ള സ്റ്റീഫനി അവിടേക്ക് വന്ന് കരയുകയുണ്ടായി. സ്റ്റീഫനി വന്ന് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു റാൻഡിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതാ കിടക്കുന്നു RKO. അപ്പോൾ സ്റ്റീഫനിയെ രക്ഷിക്കാൻ ഒരാൾ വന്നു. മറ്റാരുമായിരുന്നില്ല, ട്രിപ്പിൾ എച്ച് ദേഷ്യം കൊണ്ട് അരശം കൊണ്ട് വിറച്ചു നിന്നു. പക്ഷെ റാൻഡി അല്ല, റാൻഡിയുടെ അസുഖമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പിന്നീട് തൊട്ടടുത്ത് സ്മാക്ഡൗണിൽ ജിം റോസിന്റെ ഒരു ഷോയിൽ ട്രിപ്പിൾ എച്ച് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിൻസ് മക്മാനെ തല്ലി, അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല. ഷെയ്ൻ മക്മാനെ പൺ കേക്ക് ചെയ്തു, അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ അവൻ സ്റ്റീഫനിയെ തൊട്ടു, സ്റ്റീഫനിയെ അവൻ RKO ചെയ്തു. അതെനിക്ക് ഒരിക്കലും പറ്റാത്ത കാര്യം തന്നെയാണ്, അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ റാൻഡിയും ലെഗസിയും കൂടി റിംഗിലേക്ക് വന്നുകൊണ്ട് ഒരു സ്ലഡ്ജ് ഹാമർ റാൻഡിയുടെ കയ്യിൽ വെച്ചുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെ കോൾ ഔട്ട് ചെയ്യുകയുണ്ടായി. ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് റാൻഡി ഓർട്ടൺ അവിടെ വ്യക്തമായി പറയുകയുണ്ടായി. അപ്പോൾ തന്നെ റിംഗിലേക്ക് ട്രിപ്പിൾ എച്ച് വരികയുണ്ടായി. വന്നുകൊണ്ട് ട്രിപ്പിൾ എച്ച് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് റാൻഡി ഓർട്ടണെയായിരുന്നു.
അതും WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട്. അന്നത്തെ WWE ചാമ്പ്യനായിട്ടുള്ളത് ത്രിബിളച്ചാണ്. 2009 റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ടായിരുന്നത് റാൻഡി ഓർട്ടൺ ആയിരുന്നു. അപ്പോൾ റാൻഡിക്ക് ഏതെങ്കിലും വേൾഡ് ചാമ്പ്യനെതിരെ എന്തായാലും റെസ്ൽമേനിയയിൽ ഒരു മത്സരം കിട്ടുന്നതാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ത്രിബിളച്ച് എവല്യൂഷൻ എല്ലാം തന്നെ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ത്രിബിളച്ചിന് ഭയങ്കര ദേഷ്യം വന്ന് റാൻഡി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റികളെല്ലാം തന്നെ ത്രിബിളച്ചിനെ പിടിച്ചു വെക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ റാൻഡി മൈക്ക് എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, എന്തായാലും ഞാൻ റോയൽ റംബിൾ വിജയിച്ചതാണ്, എനിക്ക് ഏതെങ്കിലും ഒരു വേൾഡ് ചാമ്പ്യനെതിരെ പോകാം, ഞാൻ എഡ്ജിനെതിരെയോ ജോൺസിനെതിരെയോ പോകുന്നില്ല, WWE ചാമ്പ്യനായിട്ടുള്ള നിനക്കെതിരെയാണ് വരുന്നത് ത്രിബിളച്ച്. അങ്ങനെ റെസ്ൽമേനിയയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കും എന്നുള്ളത് റാൻഡി പറഞ്ഞു. പക്ഷെ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളിത് റെസ്ൽമേനിയയിൽ മാത്രമേ ഒത്തുതീർപ്പാക്കുകയുള്ളൂ. അതിനു മുൻപേ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ നിന്നെ ടച്ച് ചെയ്യില്ല, നീ എന്നെയും ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് ത്രിബിളച്ച് ഓക്കെ പറഞ്ഞ് റിങ്ങിൽ നിന്നും പോവുകയായിരുന്നു. പക്ഷേ വീണ്ടും 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 റാൻഡി ത്രിബിളച്ചിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയുണ്ടായി. സ്റ്റെഫനി വളരെയധികം സുന്ദരിയാണ്, സ്റ്റെഫനിയെ തൊട്ടപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്റ്റെഫനിയെ ആർക്കെയോ ചെയ്തപ്പോൾ ഇങ്ങനെ രസമുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ പറഞ്ഞ് ഒരു ഭർത്താവിന് ഭാര്യയെ പറ്റി കേൾക്കാൻ താല്പര്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും റാൻഡി ഓർട്ടൺ അവിടെ പറയുകയുണ്ടായി. പക്ഷെ അപ്പോഴും ത്രിബിളച്ച് അറ്റാക്ക് ചെയ്തില്ല. ത്രിബിളച്ചിന് ദേഷ്യം കൊണ്ട് അരിശം കൊണ്ട് വിറച്ചു നിന്നെങ്കിലും ത്രിബിളച്ച് ഒന്നും തന്നെ ചെയ്തില്ല. അപ്പോൾ ത്രിബിളച്ച് മൈക്കെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിനു മുൻപ് നമ്മൾ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തന്നെ ബിസിനസ് മാത്രമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇത് പേഴ്സണലാണ്, അതുകൊണ്ട് നിന്റെ കഴുത്ത് ഒടിച്ചിട്ടേ ഇനി ഞാൻ ഈ പരിപാടി നിർത്തുകയുള്ളൂ എന്ന് ത്രിബിളച്ച് പറയുകയുണ്ടായി. പിന്നീട് നടന്ന സ്മാക്ഡൗണിൽ ത്രിബിളച്ച് വേഴ്സസ് ഉമാഗ തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയുണ്ടായി. ആ മാച്ചിന്റെ ഇടയ്ക്ക് ലെഗസിയും റാൻഡി ഓർട്ടണും കൂടി ഇന്റർഫിയർ ചെയ്ത് ത്രിബിളച്ചിനെ അറ്റാക്ക് ചെയ്തു. റാൻഡി കഴിഞ്ഞ റോയൽ പറഞ്ഞതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പാടില്ല, റെസ്ൽമേനിയയിൽ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നെല്ലാം തന്നെ. പക്ഷെ റാൻഡിയും ത്രിബിളച്ചിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ത്രിബിളച്ചിന്റെ മോന്തക്കിട്ട് ചവിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. എന്നിട്ട് ലെഗസി ടീമിനോട് റിംഗിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി റാൻഡി പറഞ്ഞു. അപ്പോഴേക്കും ഫാൻസ് മുഴുവൻ റാൻഡി സക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻഡുകളായിരുന്നു അവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഷോ അവിടെ അവസാനിച്ചു. തൊട്ടടുത്ത റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടണും അദ്ദേഹത്തിന്റെ വൈഫും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അപ്പോൾ റാൻഡി പറയുകയുണ്ടായി, എന്തിനാണ് ത്രിബിളച്ചിനെ അറ്റാക്ക് ചെയ്തത് എന്നുള്ളത്. ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ റാൻഡി ആ ഫൂട്ടേജ് ഒന്നുകൂടി കാണിച്ചു തരികയുണ്ടായി. അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരിക്കലും റാൻഡി ഓർട്ടൺ ആയിരുന്നില്ല ആദ്യം അറ്റാക്ക് ചെയ്തത്. റിങ്ങിലേക്ക് ഇവർ 3 പേരും കൂടി കയറിയപ്പോൾ ത്രിബിളച്ച് ആയിരുന്നു ആദ്യം കോഡി റോഡ്സിനെ തലയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം വെച്ചിട്ടായിരുന്നു, ആ ഒരു പ്രൊവോക്കിംഗ് വെച്ചിട്ടായിരുന്നു റാൻഡിയും ത്രിബിളച്ചിനെ അറ്റാക്ക് ചെയ്തതെന്നാണ് റാൻഡി പറഞ്ഞത്. എനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്, ത്രിബിളച്ചിനാണ് സെൽഫ് കൺട്രോൾ ഇല്ലാത്തത്, ത്രിബിളച്ചാണ് വന്ന് അറ്റാക്ക് ചെയ്തത് എന്നെല്ലാം തന്നെ പറഞ്ഞു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാൻ ത്രിബിളച്ചിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണോ, ത്രിബിളച്ചിൽ നിന്നും ഒളിച്ചിരിക്കുകയാണോ എന്നെല്ലാം തന്നെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും തന്നെ ചെയ്യുന്നതല്ല, എനിക്ക് ത്രിബിളച്ചിനെ ഫേസ് ചെയ്യാൻ ഒരു പേടിയുമില്ല എന്നും റാൻഡി പറയുകയുണ്ടായി. ആ ഒരു റോ എപ്പിസോഡിൽ മെയിൻ ഇവന്റ് ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ത്രിബിളച്ചിനെ തന്നെയായിരുന്നു. പക്ഷെ ത്രിബിളച്ച് റോ എപ്പിസോഡിൽ വന്നിട്ടില്ല. റാൻഡി ലെഗസി ടീമിനോട് ചോദിക്കുകയുണ്ടായി, എവിടെ ത്രിബിളച്ചിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നെല്ലാം തന്നെ. പെട്ടെന്ന് തന്നെ റാൻഡിയുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ല് കേട്ടു. റാൻഡി വൈഫിനോട് പറഞ്ഞു, ആരാണ് വന്നത് എന്നുള്ളത് വേഗം പോയി നോക്കിയെന്ന്. പെട്ടെന്ന് തന്നെ റാൻഡിക്ക് എന്തോ തോന്നി. തുറക്കല്ലേ എന്ന് പറഞ്ഞതും അതാ റാൻഡിയുടെ വാതിൽ അടിച്ചു പൊളിച്ചു ഒരു സ്ലെഡ്ജ് ഹാമർ കൊണ്ട്. ത്രിബിളച്ചിനെ കണ്ടതും റാൻഡി ഓടടാ ഓട്ടം. പിന്നീട് അവർ രണ്ടുപേരും ആ വീട്ടിൽ കിടന്ന് നന്നായിട്ട് തല്ലുകയുണ്ടായി. തല്ല് എന്ന് പറഞ്ഞാൽ കിടിലൻ തല്ലായിരുന്നു, നല്ല ഫൈറ്റ് തന്നെയായിരുന്നു. റാൻഡിയെ എടുത്ത് ഒരു ജനൽ പൊളിച്ച് പുറത്തേക്ക് ഇടുകയുണ്ടായി ത്രിബിളച്ച്. അപ്പോഴേക്കും പോലീസ് വന്ന് ത്രിബിളച്ചിനെ അറസ്റ്റ് ചെയ്തു. റാൻഡിയെ ഒന്നും ചെയ്തില്ല, കാരണം റാൻഡിയുടെ വീട്ടിൽ കയറിയിട്ടാണ് ത്രിബിളച്ച് തല്ലിയത്. പക്ഷെ അപ്പോൾ തന്നെ റാൻഡി നേരെ പോയി ത്രിബിളച്ചിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റാൻഡിയെ പെട്ടെന്ന് തന്നെ പോലീസ് പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ റാൻഡിയെയും ലെഗസി ടീമിനെയും കാണിക്കുകയുണ്ടായി. റാൻഡി ഇന്റർവ്യൂവറോടായിട്ട് പറഞ്ഞു, ഇന്ന് ത്രിബിളച്ച് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മാച്ച് നടക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു മാച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഡി വേഴ്സസ് ത്രിബിളച്ച് തമ്മിലുള്ള മാച്ചായി. ആ മാച്ചിന്റെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ത്രിബിളച്ച് ഒരു ട്രിക്ക് അവിടെ ചെയ്യുകയുണ്ടായി. ഒരു സ്റ്റീൽ കേജ് മുകളിൽ നിന്നും ഇറക്കുകയുണ്ടായി. അപ്പോൾ റാൻഡിക്കും കയറാൻ കഴിയില്ല, ഡിബിയാസിക്കും കയറാൻ കഴിയില്ല. ത്രിബിളച്ചും കോഡിയും മാത്രം റിങ്ങിൽ. കോഡിയെ എടുത്ത് അടിച്ച് പരുവമാക്കി കയ്യിലൊരു സ്ലെഡ്ജ് ഹാമറുമായിട്ട് ത്രിബിളച്ച് ആ സ്റ്റീൽ കേജിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം കോഡിയുടെ മോന്തക്കിട്ട് സ്ലെഡ്ജ് ഹാമർ കൊണ്ട് ത്രിബിളച്ച് ഒരു 1.5 കുത്തുകുത്തുകയുണ്ടായി. ത്രിബിളച്ച് അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. മാച്ചുണ്ടാക്കി റാൻഡിയും ഡിബിയാസിയും അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ത്രിബിളച്ച് അതിനൊന്നും തന്നെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് നടന്ന സ്മാക്ഡൗണിൽ ത്രിബിളച്ചിനെ കാണിക്കുകയുണ്ടായി. ത്രിബിളച്ച് സ്റ്റെഫനിയുമായിട്ടുള്ള തന്റെ കല്യാണത്തിനെ കുറിച്ച് അവിടെ പറയുകയുണ്ടായി. റാൻഡി എന്ത് ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നു, പക്ഷേ സ്റ്റെഫനി അവൻ എന്ന് തൊട്ടോ അന്ന് മുതലാണ് എൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നിനക്ക് IED എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗവുമില്ല റാൻഡി, നിനക്കുള്ളത് പേടിയാണ്. ഞാൻ റെസ്ൽമേനിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 16 ദിവസങ്ങൾ മാത്രമേ ഇനി റെസ്ൽമേനിയയ്ക്കുള്ളൂ. നിനക്കല്ല അസുഖം, നീയാണ് അസുഖം, ഞാനാണ് അതിൻ്റെ പ്രതിവിധി, ഞാനാണ് അതിൻ്റെ മരുന്ന്
ആയിരുന്നു എന്ന് ട്രിപ്പിൾ എച്ച് ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ പറയുകയുണ്ടായി. തൊട്ടടുത്ത റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൺ വന്നു. റാൻഡി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് നിന്നോട് മത്സരിക്കാൻ പേടിയുണ്ട് എന്നാണോ ട്രിപ്പിൾ എച്ച് നീ പറഞ്ഞു വരുന്നത്? പേടി എനിക്കല്ല, നിനക്കാണുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ? ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്തത് എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ടാണ്. നീ ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ് എന്നുള്ളത് റാൻഡി പറയുകയുണ്ടായി. അതേ റോ എപ്പിസോഡിൽ തന്നെ ട്രിപ്പിൾ എച്ച് വേഴ്സസ് റാൻഡി ഓർട്ടൺ ആൻഡ് ടെഡ് ഡിബിയാസി തമ്മിലുള്ള ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ എച്ച് ഹാമർ എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് കോഡി റോഡ്സ് ട്രിപ്പിൾ എച്ചിന്റെ കൈ റിങ്ങിൽ വിലങ്ങിടുകയുണ്ടായി. വിലങ്ങിട്ടത് മാത്രമല്ല, ട്രിപ്പിൾ എച്ചിനെ അവിടെ പട്ടിയെ തല്ലുന്നത് പോലെ 3 പേരും കൂടി അവിടെ ഇട്ട് തല്ലുകയുണ്ടായി. കൈ കെട്ടിവെച്ചുകൊണ്ടാണ് തല്ലുന്നത് എന്നുള്ളത് ഓർക്കണം. അങ്ങനെ എല്ലാവരും തല്ലുന്ന സമയത്ത് റാൻഡി ഒരു ഹാമർ എടുത്തുകൊണ്ട് വരികയുണ്ടായി. അപ്പോൾ ട്രിപ്പിൾ എച്ചിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രിപ്പിൾ എച്ചിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള സ്റ്റീഫനിയും കൂടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റീഫനി വന്നപ്പോൾ റാൻഡിയെ കണ്ട് പേടിച്ച് സ്റ്റീഫനി റിങ്ങിലേക്ക് കയറാതെ നിന്നു. അപ്പോൾ റാൻഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ എച്ചിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കുമെന്നായിരുന്നു. അപ്പോൾ സ്റ്റീഫനി മെല്ലനെ കയറാൻ വേണ്ടി നോക്കി. പക്ഷേ എന്നിട്ടും സ്റ്റീഫനിക്ക് പേടിയായിട്ട് സ്റ്റീഫനി ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ പുറകിൽ അതാ നിൽക്കുന്നു ലെഗസി ടീം. സ്റ്റീഫനി ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും അതാ റാൻഡിയുടെ വക റോബ് ഹണ്ട് DDT സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ വെച്ച് ഭാര്യയായിട്ടുള്ള സ്റ്റീഫനിയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ട്രിപ്പിൾ എച്ചിന് നോക്കിയൊരു ചിരിയുണ്ട്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ മുഴുവട്ടൻ. ട്രിപ്പിൾ എച്ച് അപ്പോൾ റാൻഡിയെ നോക്കി ഒരുപാട് തെറികളെല്ലാം തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ റാൻഡിക്ക് വീണ്ടും പവർ കയറി. റാൻഡി അടുത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കി. അതെ, ഒരു സ്ലഡ്ജ് ഹാമർ എടുത്ത് സ്റ്റീഫനിയുടെ തലമണ്ട അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റാൻഡി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റാൻഡിക്ക് മനസ്സിൽ മറ്റൊരു ബുദ്ധി തോന്നി. ആ സ്ലഡ്ജ് ഹാമർ അവിടെ വെക്കുകയുണ്ടായി. എന്നിട്ട് റാൻഡി എന്താണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. WWE യൂട്യൂബ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നത്. സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ വെച്ച് ഭാര്യയെ ചുംബിക്കുന്ന റാൻഡി ഓർട്ടോണെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ പരം ദേഷ്യം ഒരു മനുഷ്യന് ഇനി എങ്ങനെ വരാനാണ്? ആ ഒരു ലെവലിലായിരുന്നു റാൻഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന വില്ലൻ ക്യാരക്ടർ അവിടെ ഉണ്ടായിരുന്നത്. ചുംബിച്ചതിന് ശേഷം ട്രിപ്പിൾ എച്ചിനെ നോക്കി വീണ്ടും ഒരു ചിരിച്ചിരിക്കുന്ന റാൻഡിയെ നോക്കി ദേഷ്യത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ചിന് അതാ കിടക്കുന്നു ഹാമർ കൊണ്ട് ഓരോന്നര മോന്തക്കടി. അടുത്ത റോ എപ്പിസോഡിൽ റാൻഡി വരികയുണ്ടായി. റാൻഡി വന്നുകൊണ്ട് പറഞ്ഞ്, 2009 റോയൽ റംബിളിൽ ഞാനാണ് ട്രിപ്പിൾ എച്ചിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടായിരുന്നു ഞാൻ 2009 റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. WWE എവല്യൂഷൻ ടീമായിട്ട് അടിപൊളിയായിട്ട് ഇവർ വർക്ക് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ 5 വർഷത്തിന് ശേഷം ട്രിപ്പിൾ എച്ച് റാൻഡിയെ ചീറ്റ് ചെയ്യുകയുണ്ടായി എന്നുള്ളത് റാൻഡി പറഞ്ഞു. എന്താണ് താൻ ചെയ്യുന്നത് എന്നുള്ളത് തനിക്ക് നല്ലപോലെ ഐഡിയ ഉണ്ട് എന്നുള്ളത് റാൻഡി പറയുമ്പോൾ ഫാൻസ് മുഴുവൻ വാട്ട് ചാൻഡുകളായിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ വിക്കി ഗെറിറോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും റാൻഡി അവിടെ പറയുകയുണ്ടായി. അന്നത്തെ ജനറൽ മാനേജർ ആയിരുന്നു വിക്കി ഗെറിറോ. റസൽമേനിയയിൽ ട്രിപ്പിൾ എച്ച് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയോ കൗണ്ട് ഔട്ടിലൂടെയോ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരിക്കുക റാൻഡിയുടെ കയ്യിൽ തന്നെയായിരിക്കും എന്നുള്ളതായിരുന്നു വിക്കി ഗെറിറോയുടെ അനൗൺസ്മെന്റ്. അപ്പോൾ തന്നെ ബാക്ക് സ്റ്റേജിൽ ആരോ ലിമോസിനിൽ വന്നിറങ്ങുന്നത് കാണുകയുണ്ടായി. റാൻഡി അപ്പോൾ തന്നെ ഡിബിയാസിയെയും കോഡി റോഡ്സിനെയും വിളിച്ച് സെക്യൂരിറ്റികളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവർ സെക്യൂരിറ്റികളെല്ലാം റെഡിയാക്കി നിർത്തി. പക്ഷെ ലിമോസിൻ തുറന്നപ്പോൾ അതിനകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ അവിടേക്ക് 3 പേർ വരികയുണ്ടായി. സ്റ്റീഫനിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള 3 പേർ. സ്റ്റീഫനിയുടെ അച്ഛൻ വിൻസ് മക്മാൻ, സ്റ്റീഫനിയുടെ ബ്രദർ ഷെയ്ൻ മക്മാൻ, സ്റ്റീഫനിയുടെ ഹസ്ബൻഡ് ട്രിപ്പിൾ എച്ച്. പിന്നീട് 3 പേരും കൂടിയുള്ള ഒരു 1.5 ഫൈറ്റ് ആയിരുന്നു അവിടെ കണ്ടത്. ലെഗസി ടീമിനെയും റാൻഡിയെയും അടിച്ച് തരിപ്പണമാക്കി. ഇനി അടുത്ത ആഴ്ചയാണ് റസൽമേനിയ 25 നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ റസൽമേനിയ 25 ആവുകയുണ്ടായി. മാച്ച് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും റാൻഡി ട്രിപ്പിൾ എച്ചിനെ ഒരു RKO ചെയ്തു. അടുത്തതായിട്ട് പോകുന്നത് പൺ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ റാൻഡിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ട്രിപ്പിൾ എച്ച് റാൻഡിയുടെ കാല് പിടിച്ചു വെച്ചു. എന്നിട്ട് റാൻഡിയെ എടുത്ത് റിംഗ് സൈഡിലേക്ക് ഒരു ഒറ്റ ഏറ്. എന്നിട്ട് അനൗൺസർ ടേബിളിലുള്ള ഡിസ്പ്ലേ എടുത്ത് റാൻഡിയുടെ തലമണ്ട അടിച്ചു പൊളിക്കാൻ വേണ്ടി ട്രിപ്പിൾ എച്ച് ശ്രമിച്ചപ്പോൾ റഫറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ നീ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പ് റാൻഡിയുടെ കയ്യിലേക്ക് പോകുമെന്ന്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഒന്നും തന്നെ ചെയ്തില്ല. എന്നിട്ട് അനൗൺസർ ടേബിളിന്റെ മുകളിലൂടെ ഒരു പെഡിഗ്രി ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ എച്ച് ശ്രമിച്ചു. പക്ഷേ ട്രിപ്പിൾ എച്ചിനെ റാൻഡി അവിടെ മറച്ചിടുകയുണ്ടായി. പിന്നീട് ഒരു ഡ്രൈപ്പിംഗ് DDT ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെ കൗണ്ട് ഔട്ടിലൂടെ തോൽപ്പിക്കാനായിരുന്നു റാൻഡിയുടെ നീക്കം. എന്നാൽ 10 എണ്ണത്തിന് മുമ്പേ തന്നെ ട്രിപ്പിൾ എച്ച് റിങ്ങിലേക്ക് കയറി. ആ ഒരു മാച്ചിനിടയ്ക്ക് ട്രിപ്പിൾ എച്ചിനെ എടുത്ത് റഫറിയുടെ മേലേക്ക് റാൻഡി വലിച്ചെറിയുകയുണ്ടായി. എന്നിട്ട് ഇതാ ഒരു 1.5 RKO. റഫറി ബോധമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഒരു ഹാമർ എടുത്തുകൊണ്ട് റിങ്ങിലേക്ക് റാൻഡി വരികയുണ്ടായി. റിങ്ങിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ട്രിപ്പിൾ എച്ചിന്റെ വക പൺ കിക്ക്, അത് കിഡിലൻ കിക്കായിരുന്നു. റാൻഡി അവിടെ കിടന്ന് ഇഴയുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ആ ഹാമർ എടുത്ത് റാൻഡിയുടെ മോന്തക്കിട്ടൊരു 1.5 കുത്ത്. ഹാമർ എടുത്ത് പുറത്തേക്കിടുന്നു. റാൻഡിയെ ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യുന്നു. ട്രിപ്പിൾ എച്ചിന്റെ വക ഒരു പെഡിഗ്രി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൽ ട്രിപ്പിൾ എച്ച് വിൻ ചെയ്ത് WWE ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യുന്നു. സൈക്കോ റാൻഡിയെ ഒതുക്കിയ ട്രിപ്പിൾ എച്ചിന്റെ കഥയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ ഏത് കഥ വേണമെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ കഥകളുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.